എന്താണിതൊക്കെ? നമ്മുടെ യാഗം തടസ്സപ്പെടുത്താനായി ആരെങ്കിലും ഒക്കെ പറഞ്ഞയച്ചതായിരിക്കും ഇതിനെ. ഞാൻ ഇതിനെ വെറുതെ വിടില്ല. ദിഗ്വിജയ, അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ ചുട്ടു ഭസ്മമായി തീരുന്നതാണ്. അതിന്റെ ശക്തിയെപ്പറ്റി നിനക്കറിയില്ല. ഇതിന് ഇത്ര ശക്തി എവിടുന്നാണ് ബാബ? ഇതൊരു സാധാരണ മയിലല്ല. ഇത് ദൈവത്തിന്റെ വാഹനം, സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമാണ്. ബാബ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെയാണ് നമ്മുടെ യാഗസ്ഥലത്തേക്ക് വന്നത്? ആരോ ഈ യാഗം തടയുന്നതിന് സഹായം തേടി സുബ്രഹ്മണ്യസ്വാമിയെ സമീപിച്ചിരിക്കുന്നു. കഠിന തപസ്സൊക്കെ നടത്തി സ്വാമിയുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ദിഗ്വിജയ, നിന്റെ ഈ സർപ്പയാഗം വിഫലമായിരിക്കുകയാണ്. ബാബ, സർപ്പയാഗം വിഫലമായെങ്കിൽ എന്താണ്? ഈ സർപ്പം ഇവിടെ ഉണ്ടല്ലോ. എനിക്കിതിനെയാണ് വേണ്ടത്. കൊല്ലും ഞാനിതിനെ. ഭക്തേ, നിന്റെ പ്രാർത്ഥന നിറവേറിയിരിക്കുന്നു. ആദിശേഷന്റെ പ്രാണൻ നാം സംരക്ഷിച്ചിരിക്കുകയാണ്. സ്വാമി, അങ്ങ് എന്റെ ജീവനാണ് രക്ഷിച്ചത്. എന്റെയും ആദിശേഷന്റെയും പ്രണയം എന്നേക്കുമായി നിലനിൽക്കാൻ സഹായിച്ചു. നിനക്ക് നന്മയുണ്ടാവട്ടെ. നാഗലോകകുലത്തെ രക്ഷിച്ചുകൊണ്ട് ലോക നന്മയ്ക്കായി പ്രയത്നിച്ചാലും സ്വാമി, അങ്ങയുടെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നാഗലോകം അങ്ങയോട് എന്തും കടപ്പെട്ടിരിക്കുകയാണ്. നാഗലോകത്തിനും ദേവകുലത്തിനും ഒന്നും സംഭവിക്കാതെ ഞാൻ കാത്തുകൊള്ളാം. എന്റെ കഷ്ടം പരിഹരിക്കാൻ അങ്ങയുടെ കാര്യത്തിന് തടസ്സം ചെയ്തിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ സ്വാമി. എന്റെ ഭക്തർ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരെ ഏതു വിധേനയും സഹായിക്കുക എന്നത് എന്റെ കർത്തവ്യമാണ്. നിന്റെ മുമ്പോട്ടുള്ള ചുവടുകൾ ശ്രദ്ധിച്ചു വെച്ചാലും. തീർച്ചയായും സ്വാമി, അനുഗ്രഹിച്ചാലും എന്നെ. ദീർഘസുമംഗലീ ഭവ. ശിവാനി, ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദിശേഷൻ പൂർണ്ണമായും നിന്റേതായി തീരുന്നതാണ്. ആയതിനാൽ എത്രയും വേഗം നാഗമാണിക്യം വീണ്ടെടുത്ത് നാഗലോകത്തിന്റെ ഐശ്വര്യം തിരികെ കൊണ്ടുവന്നാലും. ശുഭമസ്തു. ശരി സ്വാമി. ആദിശേഷ, എനിക്കെന്റെ ആദിശേഷനെ കണ്ടേ പറ്റൂ. ബാബ, എന്താ ഇതൊക്കെ? വീണ്ടും നാഗരൂപം പ്രാപിച്ചു. ബാബ, അങ്ങേ കൊണ്ടെല്ലാം സാധ്യമാണ്. എനിക്കൊന്ന് ആദിശേഷനെ കാണണം. എന്നിട്ട് എനിക്ക് അവനെ സംഹരിക്കണം. ജയ് മഹാകാളി. ഏയ് നിൽക്ക്, ഏയ് നിൽക്കാൻ, നിൽക്കാൻ. അല്ല, ഇതെന്താ ഇങ്ങനെ? അണഞ്ഞ ദീപം വീണ്ടും തനിയെ കത്താൻ തുടങ്ങി. ഞാൻ ഇതുവരെ അണഞ്ഞ ദീപം താനെ തെളിയുന്നത് കണ്ടിട്ടേയില്ല. ഇതെന്തോ മാജിക് ആണെന്ന് തോന്നുന്നു. ആദ്യം ഞാനായിരുന്നു വിളക്ക് കത്തിച്ചത്. അത് അണഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ താനെ തെളിഞ്ഞു. എല്ലാം മഹാദേവന്റെ ലീലകളാണ്. നമ്മുടെ വീട്ടിൽ നല്ലത് നടക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതിനാവും അണഞ്ഞുപോയ ദീപം വീണ്ടും കത്തി ജ്വലിപ്പിച്ചത്. ദൈവമേ, കാത്തുകൊള്ളണേ. അപ്പോ ഇത് ശുഭശകനമാണോ? ഉറപ്പായിട്ടും. ഈ വീട്ടിലേക്ക് വന്ന ഏതോ ഒരു വലിയ ആപത്തിൽ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്നാ തോന്നുന്നു.
ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അല്പം ധൈര്യമൊക്കെ വന്നു. ഒരുപക്ഷെ സർപ്പയാഗം കാരണം ഇവിടെ ആപത്ത് സംഭവിക്കുമെന്ന് ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ഇപ്പോഴാ എന്റെ മനസ്സിന് സമാധാനമായത്. മഹാദേവൻ കാത്തു. അവിടെ ഇനി ഒരു പക്ഷേ യാഗം കഴിഞ്ഞു കാണുമായിരിക്കും. തീർന്നിട്ടുണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ആപത്ത് തീർന്നതിന്റെ ശുഭലക്ഷണം കിട്ടി. ഇനി നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. സമാധാനമായിട്ടിരിക്കാം. ദൈവമേ, മഹാദേവ, ഈ വീട്ടിലുള്ള എല്ലാ ശാപവും മാറ്റി സ്വസ്ഥതയും സമാധാനവും തരണേ ഭഗവാനെ. ആർക്കും ഒരാപത്തും വരാനിടയാക്കല്ലേ. എല്ലാവരുടെയും മേൽ നിന്റെ കരുണാകടാക്ഷം ഉണ്ടാവണമേ. കാത്തോളണേ. തൃശൂൽ, തൃശൂൽ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല ശിവാനി. എനിക്ക് എന്ത് സംഭവിക്കാനാ ശിവാനി? ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെയാ? ഞാനുള്ളിടത്ത് നീ ഉണ്ടാവില്ലേ തൃശൂൽ? അല്ല ശിവാനി, ഞാൻ ഇവിടേക്ക് എങ്ങനെ എത്തി? നമ്മുടെ റൂമിലായിരുന്നില്ലേ? പിന്നെ ഇവിടേക്ക് എത്തിയത് എങ്ങനെയാ? നീ സന്തോഷിക്കാൻ വേണ്ടി ഞാനാ വിളിച്ചോണ്ട് വന്നത്. അതെങ്ങനെയാ ശിവാനി? ഞാൻ അറിയാതെ തന്നെ എങ്ങനെയാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? പ്രണയം, അതാണ് പ്രണയം തൃശൂൽ. അതെല്ലാത്തിനെയും മറച്ചു വെക്കും. അതുകൊണ്ടായിരിക്കും നിനക്കൊന്നും ഓർമ്മ വരാത്തത്. ശിവാനി, തൃശൂൽ, നമ്മൾ സന്തോഷമായിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നു, അത്ര തന്നെ. വാ പോവാം. അല്ല ശിവാനി. വാ തൃശൂൽ, പോവാം. വാ. എന്ത് സംഭവിച്ചു ബാബ? സർപ്പയാഗം നടത്തിയാൽ സർപ്പകുലം തന്നെ നശിക്കുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ആദിശേഷൻ ആരാണെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് യജ്ഞകുണ്ടത്തിൽ ബലിയായ നാഗങ്ങളെല്ലാം തിരിച്ചു പോയിരിക്കുന്നു. കളത്തിൽ വീണ ആദിശേഷൻ പൂർണ്ണമായും മനുഷ്യരൂപം പ്രാപിക്കാറായപ്പോഴേക്കും നാഗമായി തിരികെ പോയി. എന്താണിത്? എന്താണിത്? ആ ശക്തിയുടെ മുൻപിൽ എന്റെ ശക്തി പരാജയപ്പെട്ടു പോയി. അതേതാ ബാബ, അങ്ങയുടെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി. അത് മഹാദേവന്റെ ശക്തിയായിരുന്നു. അതോ സാക്ഷാൽ ശിവഭഗവാന്റെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ശക്തിയോ? ഞാൻ ഒരുക്കിയ നാഗദിഗ്ബന്ധനത്തെയും ഭേദിച്ചു വരാനുള്ള ശക്തിയുള്ളത് മഹാദേവനും അദ്ദേഹത്തിന്റെ പുത്രനായ സുബ്രഹ്മണ്യനും മാത്രം. ശിവൻ നാഗാഭരണധാരി, സുബ്രഹ്മണ്യൻ നാഗസ്വരൂപി. അവരുടെ ആശീർവാദം ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ നാഗങ്ങളെ വധിക്കാൻ പറ്റാത്തത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും ബാബ? എനിക്ക് നാഗമാണിക്യത്തിന്റെ ശക്തി കിട്ടുമോ, അതോ നാഗങ്ങൾ കാരണം എനിക്ക് എന്തെങ്കിലും അപകടമുണ്ടാവുമോ? അപായമുണ്ടായേക്കാം. നിനക്ക് നാഗമാണിക്യം സ്വന്തമാക്കുവാനുള്ള ആഗ്രഹം. നാഗങ്ങൾക്കിത് നാഗലോകത്തു നിന്ന് നഷ്ടമായതിനെ തിരിച്ചെടുക്കുവാനുള്ള പ്രയത്നം. ആഗ്രഹത്തെക്കാൾ നിലനിൽപ്പാണ് വലുത് ദിഗ്വിജയ. അപ്പൊ പിന്നെ ഈ മുതലാളി ശ്രദ്ധയോടെ തന്നെ ജീവിക്കണം. യുദ്ധകാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. രണാങ്കണവും തയ്യാറായി. മെയ്യും മനസ്സും കണ്ണുകളും ശ്രദ്ധയോടെ ഇരിക്കണം ദിഗ്വിജയ. അപായം ഏത് ദിക്കിൽ നിന്നും ഏത് രൂപത്തിലും നിങ്ങളിലേക്ക് വന്നേക്കാം. സൂക്ഷിക്കണം. എന്തു തന്നെയായാലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അല്ല, കത്തിയ ദീപം തനിയെ അണഞ്ഞു പോകുന്നു, പിന്നെ അത് വീണ്ടും തെളിഞ്ഞു കത്തുന്നു. ഇതൊക്കെ കാണുമ്പോ എനിക്കെന്തോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിന്റെ നാക്കിനായിരിക്കും. അപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവും. അങ്ങനല്ല അമ്മായി. അല്ല, ചേച്ചിയും എത്തിക്കഴിഞ്ഞല്ലോ. ദമയന്തി, വാ മോളെ. മോം, ഇങ്ങതാ. അമ്മേ, എവിടെ എന്റെ മോനും മരുമോളും?
ചേച്ചിയുടെ മോനും വരുമ്പോളോ ദേ വന്നല്ലോ, കണ്ടില്ലേ? ശിവാനി, തൃശൂൽ വന്നിരിക്കൂ. അല്ല, നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നല്ലോ. പിന്നെങ്ങനെയാണ് ഇപ്പൊ രണ്ടുപേരും പുറത്തുനിന്ന് വന്നത്? നമ്മൾ പുറത്തു പോയിരുന്നോ? എങ്ങോട്ടുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചോണ്ട് പോയതാന്ന് പറഞ്ഞില്ലേ. ശരി, വിട്. കൃത്യസമയത്ത് തന്നെ രണ്ടുപേരും വന്നല്ലോ. ശിവാനി, നീ തന്നെ ആരതി ഒഴിയേ. തൃശൂൽ, തൃശൂൽ, അയ്യോ, തൃശൂൽ, എന്ത് പറ്റി? തൃശൂൽ മോനെ, തൃശൂൽ, തൃശൂൽ. തൃശൂൽ. സർപ്പയാഗം നടത്തിയിട്ടും ഇച്ഛാധാരി നാഗങ്ങൾ ജീവിക്കുക എന്ന് വെച്ച എന്താണ് ഇതിന് അർത്ഥം വെച്ച? ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? ആ യാഗം നടത്തിക്കഴിഞ്ഞാൽ മുഴുവൻ നാഗകുലവും ഇല്ലാതാകുമെന്നല്ലേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ എന്തുകൊണ്ടൊന്നും സംഭവിച്ചില്ല. നമ്മൾ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നേയില്ല. എന്താ ഇതൊക്കെ അച്ഛാ? അതാണ് നിഗൂഢത. സർപ്പയാഗത്തിന് ശേഷവും ആദിശേഷൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അവനെ ഏതോ ഒരു പ്രപഞ്ച ശക്തി രക്ഷിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഏത് ശക്തിയായിരിക്കും യജമാനെ? അറിയില്ല. ചേട്ടാ, ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ, എന്തു പറ്റി? ആ ഇച്ഛാധാരി നാഗങ്ങൾ ജീവിച്ചിരിക്കുന്നത് കണ്ട് നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ഉണ്ട്, എനിക്കും ദേഷ്യം വരുന്നുണ്ട്. അജിത്തെ, നമ്മൾ കയ്യും കെട്ടിയിരിക്കേണ്ട സമയമല്ല ഇത്. ദിവസങ്ങൾ ചെല്ലുന്തോറും ഇച്ഛാധാരി നാഗങ്ങൾ ശക്തരാവുകയാണ്. അവർക്ക് നാഗലോകത്തുനിന്നുള്ള ശക്തിക്ക് പുറമെ ബാഹ്യശക്തികളും കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ യജമാനനെ നമുക്കൊരിക്കലും നാഗമാണിക്യം ലഭിക്കില്ല എന്നാണോ? ചന്ദ്രഹാസ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വന്നു കഴിഞ്ഞാൽ ആ സന്ദർഭങ്ങൾ നമ്മളെ വിഷമിപ്പിച്ചേക്കാമെന്ന് കരുതി നമ്മൾ തളർന്നു പോവുകയാണെങ്കിൽ ഈ ഭൂമിയിലേക്ക് വന്ന ഉദ്ദേശം വ്യർത്ഥമായി പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് അച്ഛാ? ആ ഇച്ഛാധാരി നാഗങ്ങളെ നമ്മൾ വെറുതെ വിടുകയില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. ഓരോ ക്ഷണവും അവരെ നിരീക്ഷിക്കുക. അവരുടെ ഓരോ ചലനങ്ങളും സൂക്ഷ്മതയോടെ വീക്ഷിച്ച് സാഹചര്യം അനുകൂലമാകുമ്പോൾ സംഹരിക്കണം. അതാവണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും സജ്ജരാകേണ്ടതാണ്. ആജ്ഞ പോലെ യജമാൻ. യത് ബാഹു തത്ഭവതി. തൃശൂലിന് എന്താ പറ്റിയത്? അവൻ ആദിശേഷനാണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞോ? അതായിരിക്കും അവന്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. തൃശൂൽ, എന്താ പറ്റിയേ? വീണ്ടും വീണ്ടും എനിക്ക് അങ്ങനെ പറ്റിയോ? എന്റെ തലയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ ഉറങ്ങായിരുന്നു. ഉണർന്നതിന് ശേഷം പിന്നെ ഞാൻ കാണുന്നത് നിന്റെ കൂടെ എവിടെയായിരുന്നു. അതിനിടയിൽ എന്താ പറ്റിയെന്ന് വെച്ചാ... എന്താ പറ്റിയത്? അതിനിടയ്ക്ക് എന്താ പറ്റിയത്? മറ്റെവിടെയോ ഉള്ള പോലെ എനിക്ക് തോന്നിയത്. എന്റെ മനസ്സിൽ വല്ലാതെ വെപ്രാളം, ദേഷ്യം, കോപം, അഗ്നി, വൈരാഗ്യം. എന്റെ ചുറ്റിലും ആരൊക്കെയോ നിന്ന് വളരെ വളരെ ഉച്ചത്തില് എന്നെ നോക്കി ചിരിക്കുന്നത് പോലെയൊക്കെയായിരുന്നു. എനിക്ക് ഒരുപാട് ശ്വാസം മുട്ടുന്നത് പോലെ, എന്റെ ചുറ്റും എന്തൊക്കെയോ നടക്കുന്നത് പോലെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നേ.
പക്ഷെ എനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയും കിട്ടുന്നില്ല. അതിനുശേഷം കണ്ണു തുറന്നപ്പോ ഞാൻ നിന്റെ കൂടെയുണ്ട്. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോ അതേ ഓർമ്മയിലായിരുന്നു, അതേ വെപ്രാളം, അതേ തലവേദന. ഭാഗ്യം, വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. എന്താ പറഞ്ഞ? അത് വീട്ടിലെ പൂജ നടന്നുകൊണ്ടിരുന്നപ്പോ നീ ബോധം കെട്ട് വീണില്ലേ തൃശൂർ? നിനക്ക് എന്താ പറ്റിയെന്നറിയാതെ വല്ലാതെ ടെൻഷനായി പോയി. അതിന്റെ കാര്യം പറഞ്ഞത്, ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്. അല്ല, എനിക്ക് സത്യത്തിൽ എന്താ പറ്റിയത്? ഞാൻ പുറത്തേക്ക് പോയത് എന്തിനാ? പിന്നെ ഇപ്പോൾ എഴുന്നേറ്റ് ആലോചിച്ച് നോക്കുമ്പോ ഇടയ്ക്കുണ്ടായതെല്ലാം ഞാൻ മറന്നുപോയി. നല്ല തലവേദനയുണ്ട്. എന്താ ഇതൊക്കെ ശിവാനി? തൃശൂർ, കുറച്ചു നേരത്തേക്ക് നീ സമാധാനമായിട്ടൊന്ന് ഉറങ്ങും, എല്ലാം ശരിയായിക്കോളും. അല്ല ശിവാനി, ഞാൻ ചോദിക്കുന്നത്. തൃശൂർ, ഇപ്പൊ സമാധാനമായിട്ടിരിക്കെ. നിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം കിട്ടും. അപ്പൊ നിന്റെ എല്ലാ പ്രശ്നവും മാറും. വാ, കിടന്നു കിടക്ക് തൃശൂർ. നിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി നീ തന്നെ കണ്ടെത്തണം തൃശൂർ. ഞാൻ ഉത്തരം നൽകിയാൽ അത് പിന്നെയും നിനക്ക് സംശയമുണ്ടാക്കും. കാരണം നിന്റെ മേലിപ്പോൾ ഒരു ശാപമുണ്ട്. നമ്മളെ നാഗലോകത്തുള്ളവരാണ്, നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞാൽ നിനക്കത് കേൾക്കാനാവില്ല. ഒരു കാരണവശാലും നിന്റെ മനസ്സിലുള്ള സംശയങ്ങള് ഈ വീട്ടിലുള്ളവരുമായിട്ട് സംസാരിക്കാതിരുന്നാ മതി. അത് പിന്നെയും കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കരുത്. നിനക്ക് ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടും. നമ്മുടെ ലക്ഷ്യം നിറവേറും തൃശൂർ. ആ വിശ്വാസം എനിക്കുണ്ട്. വിശ്വസിച്ച മതിയാകും മുതലാളി. ബാബ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു. മുന്നോട്ടിനി എന്താകുന്നുള്ള പേടിയില്ല ഞാനിപ്പോ. നീ പറഞ്ഞ ശരിയാ. അതേ പേടി എനിക്കുമുണ്ട്. എന്തെങ്കിലും സംഭവിക്കുമെന്ന്, തൃശൂലിനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടാ. തൃശൂലിന് ഒന്നും സംഭവിക്കരുത്, ഒന്നും സംഭവിക്കാൻ പാടില്ല. സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സംഭവിക്കരുത്. എനിക്ക് മനസ്സിലാവും നന്ദീശ, നീ ഇപ്പോ നിന്റെ മകൻ മരിച്ച ദുഃഖത്തിലാണുള്ളത്. ചത്തത് നിന്റെ മോനാടാ, കൊന്നത് നീ തന്നെയാ. പക്ഷെ അവൻ നിന്റെ മകനാന്ന സത്യം നിനക്ക് അറിയില്ല. അതുകൊണ്ടാടാ നിനക്ക് നോവാത്തത്. ബുദ്ധിമുട്ടുണ്ടാകും, അപായമുണ്ടാകുമെന്നൊക്കെ ബാബ പറഞ്ഞതാണ്. പക്ഷേ ആ അപകടം എന്റെ മകന് സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്റെ മകനല്ലടാ മുതലാളി, അവൻ എന്റെ മകനാ. കാക്കക്കൂട്ടിൽ വളർന്ന കുയിലാണവൻ. ശരി നന്ദീശ, നീ പോയി കിടന്നോ. ശരി മുതലാളി. അപകടം എന്നെ തേടി വരുന്നതിന് മുൻപേ തന്നെ ഞാൻ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ നേരിടുക തന്നെ ചെയ്യും. എന്തിനും ഞാൻ തയ്യാറാണ്. എവിടെയാ നാഗറാണി? ആദിശേഷൻ എത്ര വലിയ ശക്തിശാലിയാണെങ്കിലും ശരി, എത്ര വലിയ ശക്തി അവനെ സംരക്ഷിച്ചാലും ശരി, ആദിശേഷനെയും ആ നാഗറാണിയെയും ഞാൻ സംഹരിക്കുക തന്നെ ചെയ്യും. ഇതെന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? തൃശൂൽ, 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 എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? നിന്നോടാ ചോദിച്ചത്, എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? അത് ശരിയാണല്ലോ, ഞാൻ അവിടെയല്ലേ കിടന്നത് ശിവാനി. പിന്നെ ഇവിടേക്ക് എങ്ങനെ എത്തി?